ഒരു കുട്ടിക്കെതിരായ ലൈംഗിക അതിക്രമം കുറ്റത്തിൻ്റെ ഗൗരവം എങ്ങനെ അളക്കും? കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം മാത്രം നോക്കിയാൽ മതിയോ? അതോ ഇരയായ കുട്ടിയുടെ പ്രായവും ശിക്ഷ നിശ്ചയിക്കുന്നതിൽ നിർണായക ഘടകമാണോ? ഒരു 7 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ വധശിക്ഷ ജീവപര്യന്തം തടവായി മാറ്റിക്കൊണ്ട് കുറഞ്ഞത് 50 വർഷം യഥാർത്ഥ തടവ് അനുഭവിക്കണമെന്ന നിർണായക ഉത്തരവാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. അതോടൊപ്പം പോക്സോ കുറ്റത്തിന് 23 വർഷത്തെ കഠിന തടവും കോടതി നിശ്ചയിച്ചു. കുട്ടികൾക്കെതിരായ ലൈംഗിക അക്രമ കേസുകളിൽ വിചാരണ കോടതികൾ ശിക്ഷ വിധിക്കുമ്പോൾ പാലിക്കേണ്ട പ്രധാന തത്വങ്ങളാണ് ഇവിടെ കോടതി വ്യക്തമാക്കുന്നത്. ഇതോടെയാണ് ഒരു പുതിയ ചോദ്യം ഉയരുന്നത്. കുട്ടിയുടെ പ്രായം കുറയുന്തോറും കുറ്റത്തിൻ്റെ ഗൗരവം കൂടുമോ? പോക്സോ കേസുകളിൽ ശിക്ഷ നിശ്ചയിക്കുന്നതിലെ പുതിയ നിയമപരമായ സമീപനം എന്താണ്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. 2021 മെയ് മാസം ഹരിയാനയിലെ പാൽവാൾ 7 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയാണ് കേസിലെ ഇര. കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ആനന്ദ് സിംഗ് എന്നയാളെ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. കേസ് ഹൈക്കോടതിയിലെത്തി. പ്രതിയുടെ അപ്പീലിനൊപ്പം വധശിക്ഷ സ്ഥിരീകരിക്കണമെന്ന ആവശ്യവും ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തി. തുടർന്നാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ശിക്ഷ പുനഃപരിശോധിച്ചത്. കുറ്റം തെളിയിക്കുന്നതിൽ DNA തെളിവുകളും പ്രതിയെ കുട്ടിയോടൊപ്പം അവസാനമായി കണ്ടെന്ന സാക്ഷിമൊഴിയും നിർണായകമായി. എന്നാൽ ശിക്ഷയുടെ കാര്യത്തിൽ ഹൈക്കോടതി വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചു. പോക്സോ കേസുകളിൽ കുറ്റം അതീവ ഗുരുതരമാണെങ്കിലും വധശിക്ഷ സ്വാഭാവികമായോ യാന്ത്രികമായോ നൽകാൻ കഴിയില്ല. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വധശിക്ഷയ്ക്ക് ബാധകമായത് റെയറസ്റ്റ് ഓഫ് റെയർ എന്ന തത്വമാണ്. അതായത് കുറ്റം എത്രമാത്രം ഭീകരമാണെന്നത് മാത്രമല്ല, പ്രതി തിരുത്തപ്പെടാനുള്ള സാധ്യതയുണ്ടോ, ജീവപര്യന്തം പോലുള്ള മറ്റൊരു ശിക്ഷ മതിയായതാകുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളും കോടതി പരിശോധിക്കണം. സമാനമായ നിരവധി കേസുകളിൽ സുപ്രീം കോടതി വധശിക്ഷ ജീവപര്യന്തമായി മാറ്റിയിട്ടുണ്ടെന്നും ഹൈക്കോടതി വിലയിരുത്തി. ഇവിടെയാണ് കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഡിസെൻഡിംഗ് സ്കെയിൽ അഥവാ താഴേക്ക് വരുന്ന ശിക്ഷാ സ്കെയിൽ. കുട്ടിയുടെ പ്രായം കുറയുന്തോറും കുറ്റത്തിൻ്റെ ആഘാതം കൂടുതൽ ഗുരുതരമായി കണക്കാക്കുകയും അതനുസരിച്ച് ശിക്ഷയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ബെഞ്ച് മുന്നോട്ട് വച്ചത്. അതിനർത്ഥം കുട്ടി കൂടുതൽ ചെറുപ്പമാണെങ്കിൽ കുറ്റത്തിൻ്റെ ഗൗരവം കൂടുകയും ശിക്ഷ കൂടുതൽ കഠിനമാവുകയും ചെയ്യും. അതേസമയം കൊലപാതക കുറ്റത്തിലെ വധശിക്ഷ മാറ്റി ജീവപര്യന്തം തടവ് നൽകി. എന്നാൽ ഒരു നിർണായക നിബന്ധനയും ഉണ്ടാക്കി. കുറഞ്ഞത് 50 വർഷം യഥാർത്ഥ തടവ് അനുഭവിക്കാതെ പ്രതിയെ മോചിപ്പിക്കരുത്. ഇവിടെ ഒരു നിയമപരമായ വ്യത്യാസം മനസ്സിലാക്കേണ്ടതുണ്ട്. ലൈഫ് ഇംപ്രിസൺമെൻറ്റ് എന്നത് എല്ലായ്പ്പോഴും 14 വർഷം എന്നല്ല. ജീവപര്യന്തം തടവ് സാധാരണയായി പ്രതിയുടെ സ്വാഭാവിക ജീവിതകാലം വരെയാകാം. എന്നാൽ ചില കേസുകളിൽ കോടതി ഒരു ഫിക്സഡ് മിനിമം ടേം നിശ്ചയിക്കാറുണ്ട്. ഈ കേസിൽ 50 വർഷം യഥാർത്ഥമായി ജയിലിൽ കഴിഞ്ഞ ശേഷമേ മോചനത്തിന് പരിഗണിക്കാനാവൂ എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അതായത് വധശിക്ഷ ഒഴിവാക്കിയെങ്കിലും ശിക്ഷയുടെ കാഠിന്യം ഗണ്യമായി നിലനിർത്തുകയായിരുന്നു കോടതി. പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012, 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും ഈ നിയമം ചൈൽഡ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. കുട്ടിയുടെ പ്രായം കുറയുമ്പോൾ ചില ലൈംഗിക കുറ്റങ്ങൾ കൂടുതൽ ഗുരുതരമായ അഗ്രിവേറ്റഡ് ഒഫൻസസായി പരിഗണിക്കപ്പെടാം. പ്രത്യേകിച്ച് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെതിരായ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന് നിയമം കൂടുതൽ കർശനമായ ശിക്ഷയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പ്രായം പോക്സോ നിയമത്തിൽ ഒരു സാധാരണ പശ്ചാത്തല വിവരം മാത്രമല്ല. കുറ്റത്തിൻ്റെ നിയമപരമായ വർഗീകരണത്തിലും ശിക്ഷയിലും അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെയാണ് നിയമചർച്ച കൂടുതൽ സങ്കീർണമാകുന്നത്. കുട്ടിയുടെ പ്രായം കുറഞ്ഞാൽ ശിക്ഷ കൂടണമെന്ന സമീപനം കുട്ടികളുടെ സംരക്ഷണത്തിന് ശക്തമായ സന്ദേശം നൽകും. പക്ഷേ എല്ലാ കേസുകളും ഒരേ രീതിയിലുള്ളതല്ല. കുറ്റത്തിൻ്റെ സ്വഭാവം, പ്രതിയുടെ പ്രായം, കുറ്റം ആവർത്തിച്ചതാണോ, പ്രതി അധികാരസ്ഥാനം ദുരുപയോഗം ചെയ്തോ, കുട്ടിക്കുണ്ടായ ശാരീരികവും മാനസികവുമായ ആഘാതം, കൊലപാതകം നടന്നോ, തെളിവുകളുടെ സ്വഭാവം, പ്രതിയുടെ തിരുത്തപ്പെടാനുള്ള സാധ്യത, ഇങ്ങനെ നിരവധി ഘടകങ്ങൾ കോടതി പരിശോധിക്കേണ്ടതുണ്ട്. അതിനാൽ ഒരു മെക്കാനിക്കൽ ഫോർമുല ഉപയോഗിച്ച് മാത്രം ശിക്ഷ നിശ്ചയിക്കുന്നത് നിയമപരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. പോക്സോ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം കുട്ടികളെ ലൈംഗിക കുറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതിനൊപ്പം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന രീതി മുതൽ പോലീസ് അന്വേഷണം, മെഡിക്കൽ പരിശോധന, പ്രത്യേക കോടതിയിലെ വിചാരണ എന്നിങ്ങനെ എല്ലാ ഘട്ടത്തിലും
കുട്ടിക്ക് സൗഹൃദപരമായ നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കുകയാണ് നിയമം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് പോക്സോ ചർച്ച ചെയ്യുമ്പോൾ ചോദ്യം ഇതുമാത്രമല്ല, പ്രതിക്ക് എത്ര വർഷം ശിക്ഷ എന്നതിനോടൊപ്പം കുട്ടിക്ക് നീതി എങ്ങനെ ഉറപ്പാക്കാം, കുറ്റം ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം, അതിജീവിച്ച കുട്ടിയുടെ പുനരധിവാസം എങ്ങനെ ഉറപ്പാക്കാം എന്നിവ കൂടിയാണ്. പോക്സോയെ ചുറ്റിപ്പറ്റിയുള്ള നിയമചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. 18 വയസ്സിന് താഴെയുള്ള വ്യക്തിയുടെ സമ്മതത്തിന് നിയമപരമായ അംഗീകാരമില്ല. അതുകൊണ്ട് കൗമാരക്കാർ തമ്മിലുള്ള സമ്മതത്തോടെയുള്ള ബന്ധങ്ങൾ പോലും ചില സാഹചര്യങ്ങളിൽ പോക്സോ കേസുകളിലേക്ക് നയിക്കാം. യങ്ങർ ദി ചൈൽഡ്, ക്രൂവലർ ദി ആക്ട്, ലോങ്ങർ ദി സെൻറ്റൻസ്. കുട്ടിയുടെ പ്രായം കുറയുന്തോറും കുറ്റത്തിൻ്റെ ഗൗരവം കൂടുന്നു എന്ന ആശയം പോക്സോ കേസുകളിലെ ശിക്ഷാ സമീപനത്തിന് പുതിയൊരു ദിശ നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കുട്ടികളുടെ സംരക്ഷണത്തിന് നിയമം എത്രത്തോളം ശക്തമാണോ അത്രത്തോളം തന്നെ ശക്തമായിരിക്കണം അത് നടപ്പിലാക്കുന്ന നീതിപീഠങ്ങളും നിലപാടുകളും. ഇരയാക്കപ്പെടുന്ന കുഞ്ഞിൻ്റെ പ്രായക്കുറവ് കുറ്റവാളിക്കുള്ള ശിക്ഷയുടെ കാഠിന്യം കൂട്ടുമെന്ന ഹൈക്കോടതിയുടെ ഈ നിലപാട് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിൽ നിർണായകമായ ഒരു ചുവടുവയ്പ് കൂടിയാണ്. ഒരു 7 വയസ്സുകാരിക്കെതിരായ അതിക്രമം ഒരു പ്രതിയുടെ ശിക്ഷയെക്കുറിച്ചുള്ള കോടതി ഉത്തരവായി മാത്രം കാണാനാകില്ല. കുട്ടികളുടെ സുരക്ഷ, നീതി, ശിക്ഷ, വധശിക്ഷ, പുനരധിവാസം ഇതെല്ലാം ഒരുമിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമാണിത്. കുട്ടി എത്ര ചെറുപ്പമാണോ കുറ്റത്തിൻ്റെ ആഘാതം അത്രയും ഗുരുതരമാകാം. പക്ഷേ ശിക്ഷ നിശ്ചയിക്കേണ്ടി വരുമ്പോൾ നിയമം വികാരത്തോടൊപ്പം വിവേകവും ആവശ്യപ്പെടുന്നു.